വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ക്യാബേജ് കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 2 സബോള, 3 പച്ചമുളക്, ഒരു തക്കാളി ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മൾ നൂഡിൽസിനൊക്കെ അരിയത്തില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിലൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വയ്ക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൽ കീടങ്ങളും പുഴുവൊക്കെ കൂടുതലാണ്. അപ്പോൾ കീടനാശിനിയൊക്കെ ഒരുപാട് അടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉപ്പും ഒക്കെ ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അത് അവിടെ ഇരുന്ന് ശരിയാകുന്ന സമയം കൊണ്ട് നമുക്ക് സബോളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. പച്ചക്കറികൾ വാങ്ങിക്കുമ്പോൾ നല്ലതായിട്ട് കഴുകിയെടുക്കണം. എന്തൊക്കെ വിഷങ്ങൾ അടിക്കുന്നതാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തു. ഇനി നമുക്കിത് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണേ. ഒരുപാട് അങ്ങ് കട്ടിക്കരിയരുത്, കനം കുറച്ച്. ഇനി കൊത്തി അരിയുന്നെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി. ഇത് വഴറ്റിയെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണേ. അപ്പോൾ സബോള അരിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ആ പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വേണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട് 2 കഷ്ണം. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ച് കൊണ്ടുവരണം. അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് 2 കറുവാപ്പട്ട, പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്ക, 1 ഗ്രാമ്പു ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ സൺഫ്ലവർ ഓയിലോ മസ്റ്റാർഡ് ഓയിലോ ഒക്കെയാണ് ഒഴിക്കുന്നത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇനി കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറുവാപ്പട്ടയും ഗ്രാമ്പുവും പെരുംജീരകവും ചെറിയ ജീരകവും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാമേ. ഇനി നമുക്ക് ആ സബോള കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. അതൊന്ന് വാടി വരട്ടെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജൊക്കെ ഒന്ന് എടുത്ത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കഴുകി കൊണ്ടുവരണം. കണ്ടോ, അതിനകത്തിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിരിപ്പുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അത് കൈവച്ച് ഞെരടി കഴുകി പിഴിഞ്ഞെടുക്കണേ. കാരണം ഇതിനൊരു കട്ടുമണമുണ്ട്, ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ ക്യാബേജിന്. അപ്പോൾ നല്ലതുപോലെ കഴുകി എടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒരു 3-4 വെള്ളം ഇതുപോലെ നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കണം. നല്ലപോലെ ഞെരടി എടുക്കണേ. ഇനി നമുക്ക് ആ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ സബോളയൊക്കെ വഴന്നിട്ടുണ്ട്, ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ക്യാബേജ് കഴുകിയെടുക്കാം. ഞാൻ പിന്നെ സബോള കരിഞ്ഞു പോയാലോ എന്ന് ഓർത്ത് ഇടയ്ക്കൊന്ന് പോയി ഇളക്കാൻ പോയതാണ്. നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കുക. കണ്ടോ, പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ആ സബോള വഴന്നോന്ന് നോക്കാം. അതിലേക്ക് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. വഴന്നിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്കിനി ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ക്യാബേജിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കണ്ടോ, നമുക്ക് ഇത്തിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആ തക്കാളിയും ആ മസാലക്കൂട്ടും ഒക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. മസാലക്കൂട്ടൊക്കെ വെന്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് കഴുകിയെടുത്ത ക്യാബേജ് ഇല്ലേ, അത് ആ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ മസാലയൊക്കെ നമ്മുടെ ക്യാബേജിൽ എല്ലായിടത്തും എത്തക്കത്ത രീതിയിൽ നല്ലതുപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി, ഞാനിപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ ക്യാബേജൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തു കണ്ടോ. അപ്പം ഇതെല്ലാം വെന്ത് നല്ല പരുവമായിട്ടുണ്ട്. ഞാൻ ഇനി അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി അതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു മൂടി വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഇവിടെ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാങ്ങി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യാബേജ് കിട്ടുമ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ സാധാരണ തോരൻ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇതുപോലത്തെ കറിയും കൂടെ ഒന്ന് വെച്ച് നോക്കണേ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ കറിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.